പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകരക്ഷകനായ ഈശോയുടെ പിറവി തിരുനാൾ ക്രിസ്തുമസ്. രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേപ്പിനോടും ചേർന്ന് ആഘോഷിക്കണം. ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ കന്യകാമറിയത്തിലും വിശുദ്ധ യോസേപ്പിലും വിളങ്ങിയിരുന്ന ദൈവീക ഗുണങ്ങൾ നമ്മിലും വളർത്താൻ ആഗ്രഹിച്ചു പരിശ്രമിച്ചാൽ ഈശോയുടെ പിറവി തിരുനാൾ നമുക്കും ലോകത്തിനും വലിയ അനുഗ്രഹമാകും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ദൈവിക പുണ്യങ്ങളിൽ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാം. എപ്പോൾ സംസാരിക്കണമെന്ന്, എന്തു സംസാരിക്കണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്, ആരോട് സംസാരിക്കണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പിന്റെയും മനോഭാവത്തോടെ എപ്പോഴും സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും പഠിക്കാം. അപ്പോൾ ഈശോ നാം ആയിരിക്കുന്നിടത്ത് നമ്മിലും വന്നു പിറക്കും. പരിശുദ്ധ മറിയം മൗനമായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മംഗളവാർത്ത ലഭിച്ചപ്പോഴും അമംഗളം സംഭവിച്ചപ്പോഴും അവൾ മൗനമായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2 അധ്യായത്തിലും നമുക്ക് കാണാം. മംഗളവാർത്ത ലഭിച്ചപ്പോഴും പ്രസവിക്കാൻ കാലിത്തൊഴുത്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴും അവൾ മൗനമായിരുന്നു. യേശുവിനെ രക്ഷിക്കാൻ പരദേശഗമനം, അപ്പോഴും അമ്മ മൗനമായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 19 വാക്യം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം അത് ദൈവത്തിനു നേരെ തിരിച്ചു വിടുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 46 മുതൽ നാം കാണുന്നു മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈശോയിൽ പ്രിയരെ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മൗനമായിരുന്ന പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ ആവശ്യം വന്നപ്പോൾ സംസാരിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം. കാനായിലെ കല്യാണം. അവർക്ക് വീഞ്ഞില്ല എന്ന് മകനായ ദൈവമായ യേശു ക്രിസ്തുവിനോടും അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന കുടുംബത്തോടും അവൾ പറഞ്ഞു. ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ലോകത്തിൻ്റെയും കാനായിലെ വീഞ്ഞ് തീർന്നുപോയ കുടുംബത്തിന്റെ അവസ്ഥയാണ്. പരിശുദ്ധ കന്യകാമറിയം അസാധ്യമായതിന്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായത്തിൽ ദൈവദൂതനോട് കന്യകാമറിയം ഇതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അസാധ്യമെന്ന് നാം കരുതുന്ന രക്ഷ എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ സംഭവിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ചൈതന്യം നമ്മിൽ വളരണം. ദൈവജനമേ, ഇന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറയുന്നു, അവൻ പറയുന്നത് പോലെ, ഈശോ പറയുന്നത് പോലെ ചെയ്യുക. തീർന്നു പോയി എന്ന് നാം കരുതുന്ന എല്ലാ നന്മകളും, ദൈവിക ഐശ്വര്യവും നമ്മിലും കുടുംബത്തിലും സമൂഹത്തിലും വന്നു നിറയും. അവിടെ രക്ഷകനായ ദൈവം യേശു ക്രിസ്തു പൈതലായി പിറക്കും. മാലാഖമാർ പാടും, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.